ഹായ് ഗായ്സ്, ഒരു കുഞ്ഞുണ്ടാവുന്നു. കുഞ്ഞുണ്ടായതോടെ സകലമാന ആൾക്കാരോടും പുച്ഛം, സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാരോട് പോലും അകൽച്ച, അമ്മാതിരിയുള്ള അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ദിയാകൃഷ്ണനെയും ഭർത്താവിനെയും കുടുംബത്തിനെയും നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരി കുറേയധികം ആൾക്കാർ സ്നേഹിക്കുന്ന കുറേയധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് തനി മലയാളി എന്ന് പറയുന്നത്. ആ യൂട്യൂബ് ചാനലിലെ ഐശ്വര്യയ്ക്കും ഇതുപോലെ തന്നെ ഓമി ഉണ്ടായ ഏകദേശം അതേ സമയത്തോടടുപ്പിച്ച് തന്നെ ഒരു കുഞ്ഞുണ്ടാവുകയും യുവി എന്ന് പേരിടുകയും ആ കുഞ്ഞിൻ്റെ ഫേസ് റിവീൽ ചെയ്യുകയും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആൾക്കാരോട് വളരെ മാന്യമായും ഒരു ഗുഡ് പേരൻറ്റിങ് എന്താണ് എന്നുള്ള രീതിയിൽ യൂട്യൂബിലൂടെ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസറാണ്. ഇപ്പോൾ ദിയാകൃഷ്ണ പേരന്റിങ്, ഗുഡ് പേരന്റിങ് എന്നുള്ള പേരിൽ ചെയ്തു വരുന്ന ടോക്സിക് പേരന്റിങ് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒരു ടോക്സിസിറ്റി പരത്തുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് പങ്കുവെക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനെതിരെ മറ്റൊരു മാതൃക പങ്കുവച്ചിരിക്കുകയാണ് തനി മലയാളി. എന്താണെന്ന് വീഡിയോയിലേക്ക് വിശദമായി കടന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ചില ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കും, ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ യുവിയുടെ മൈൽ സ്റ്റോണിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അർഹതപ്പെട്ടവർക്ക് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നാട്ടിൽ വന്ന് അന്വേഷിച്ച് ഇതേപോലെ നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മള് ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മള് കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മള് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് അന്വേഷിച്ച് ഏറ്റവും ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന ഒരു മനോഹരമായ വാക്കുകൾ. സ്വന്തം കുഞ്ഞിന്റെ 1ാം പിറന്നാൾ ആഘോഷത്തിന് അങ്ങ് വിദേശത്ത് നിന്നും നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു വന്ന് സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കേക്ക് മുറിക്കുന്ന ഒരു തനി മലയാളി അല്ലെങ്കിൽ ഐശ്വര്യനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേ സ്ഥാനത്ത് ദിയാകൃഷ്ണ നാട്ടിലുണ്ടായിരുന്നിട്ട് സ്വന്തം വീട്ടുകാരുടെയും സ്വന്തം കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരുടെയും അടുത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി അങ്ങ് മലേഷ്യയിൽ പോയി കേക്ക് മുറിക്കുന്ന രംഗങ്ങളും നമ്മൾ കണ്ടതാണ്. അച്ഛന്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് മാത്രമാണ് ഒരു പരിധിയിൽ പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയത്. അമ്മ വീട്ടുകാരുടെ കൂടെ അതിഗംഭീരമായി ഒരാഴ്ചയ്ക്ക് ശേഷം അവർ അതിഗംഭീരമായ തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുകയും അതിൽ വന്ന വിവാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അച്ഛന്റെ വീട്ടുകാരെ മാത്രം ഒഴിവാക്കി, അശ്വിന്റെ കുടുംബക്കാരെ മാത്രം ഒഴിവാക്കി അതിൽ നിന്നും കുഞ്ഞിനെ പറിച്ചുകൊണ്ടുപോയി മലേഷ്യയിൽ പോയി കേക്ക് കട്ടിക്കുന്നു, തിരിച്ചു വന്ന് സ്വന്തം അമ്മ വീട്ടുകാരുടെ കൂടെ അതിഗംഭീരമായി ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വിമർശിച്ച ദിയാകൃഷ്ണ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ഇതാണ് ഗുഡ് പേരന്റിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഗുഡ് പേരന്റിങ് എന്നുള്ള പേരിൽ ദിയ പടർത്തുന്നത് വെറും ടോക്സിസിറ്റി മാത്രമാണ്. അത് ഇനിയെങ്കിലും ദിയ മനസ്സിലാക്കണം. ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ദിയാകൃഷ്ണ ഇതുവരെ ഒരു കല്യാണ സദ്യക്കോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഒന്നും പോയിട്ടില്ല കേട്ടോ. പോയി ഞം വെച്ചിട്ടേ ഇല്ല, പോയി തിന്നിട്ടേ ഇല്ല. അങ്ങനെ തിന്നുമ്പോഴൊക്കെ ഈ ബർത്ത്ഡേ പാർട്ടി നടത്തിയ ആൾക്കാർ ദിയ കഴിച്ചു കഴിയുന്നിടം വരെ അവിടെ വായി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് സന്തോഷത്തോടെ മനസ്സോടുകൂടിയും ചെയ്യാൻ പറ്റണം. അല്ലാതെ ആർക്കാണ്ടോ വേണ്ടി ഓക്കാനിക്കാൻ നിൽക്കുന്ന ദിയനെ പോലെയുള്ള ഹോസ്റ്റ് ചെയ്യാൻ നിന്നാൽ എല്ലാവരും കഴിക്കുന്നതും വായി നോക്കി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഇല മടക്കുന്നത് നോക്കി അതിന്റെ എണ്ണവും അതിന്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കി വായി നോക്കി നിൽക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഐശ്വര്യ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ പാവപ്പെട്ട അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വളരെ മനസ്സറിഞ്ഞ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് യുവി ജനിച്ച സമയം മുതൽ തന്നെ ഞങ്ങൾ മറ്റൊരു കുട്ടിയുടെ എഡ്യൂക്കേഷനും സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നാണ്. സോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ശരിക്കും ഫോളോ ചെയ്യുകയും അവർക്കാണ് കയ്യടി കൊടുക്കുകയും ചെയ്യേണ്ടത്. പകരം ഈ ദിയാകൃഷ്ണനെ പോലുള്ള ആൾക്കാരുടെ ബ്ലോഗും കണ്ട് അവരെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നാൽ അവരുടെ അഹങ്കാരം കൂടുമെന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അശ്വിന്റെ വീട്ടുകാരെ കുറിച്ച് ദിയ ഇതിനു മുമ്പും പലവിധ മോശപ്പെട്ട കാര്യങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഇവിടെയും തൊടാതെ ഒരു മാപ്പപേക്ഷയായിട്ട് വന്നിട്ടുമുണ്ട്. എന്തൊക്കെയായാലും ഇവരുടെ അഹങ്കാരം മാറില്ലെന്നും ഇവരുടെ തൊലിക്കെട്ടി അത്രയ്ക്കുണ്ടെന്നും ഈ അടുത്തിടെയായിട്ട് കെ ഫാമിലി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ സാരിയൊക്കെ എടുത്ത് മെച്യൂരിറ്റി ആണോ? ജർമ്മനിന്നൊരു ബർത്ത്ഡേ വിഷ് കേട്ടോ.
എന്തൊരു വികൃതിയാ അറിയോ, കാറ് കടന്ന് വിധു വിധു ആള് മാറിപ്പോയല്ലോ. ഇത് സ്വന്തം വീട്ടുകാരുടെ അടുത്ത് ഐശ്വര്യ അടുത്ത് ഇടപെടുന്നതല്ല, ഭർത്താവിന്റെ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്നു ഇടപെടുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഭർത്താവിന്റെ അമ്മേനെ വിളിക്കുന്നത് ആന്റി എന്നോ ചേച്ചി എന്നോ വഴിയെ കൂടെ പോകുന്നവളെന്നോ ഒന്നും അല്ല, അമ്മ എന്നാണ് വിളിച്ചത്. അമ്മ എന്താണ് ഇന്ന് സാരി ഉടുത്തിരിക്കുന്നത് എന്നാണ് കയറി ചെല്ലുന്ന ഉടനെ തന്നെ ഐശ്വര്യ ചോദിക്കുന്നത്. സോ അമ്മ എന്ന് ഭർത്താവിന്റെ അമ്മേനെ വിളിക്കുന്നത് അത്ര വലിയ കുറച്ചിലല്ലെന്നും അല്ലെങ്കിൽ അതത്ര ഔട്ട്ഡേറ്റഡ് ഫാഷൻ അല്ല എന്നും ഒക്കെയാണ് ഐശ്വര്യ ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് ബ്ലോഗിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്കല്ല, ദിയേനെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ദിയൊക്കെ ഒന്ന് മാറി ചിന്തിക്കട്ടെ. ആന്റി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ വഴി കൂടെ പോകുന്നവർന്നൊക്കെ അന്ന് ദിയ പറഞ്ഞത് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ഇനി എങ്ങാനും മറന്നെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അമ്മ എന്ന് വിളിക്കാൻ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചുകൂടെ? എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുന്നുകൂടി വീട്ടിലൊരാൾ ഇരിക്കട്ടെ. പുള്ളിക്കാരുടെ പേരാണ് സുന്ദർ കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിയെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ ചോദിച്ചിട്ട് എന്താണെന്ന് ഞാൻ ചോദിക്കും. അവിടെ ഓമി കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകുന്നു. ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഓമി വേറെ ആളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. അവർക്കും അവരവരുടെ പിള്ളേർ അമ്മ വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എന്റെ പൊന്നോ, ഇതുപോലെ അഹങ്കാരം പിടിച്ച വർത്തമാനം അശ്വ. സോ ഇങ്ങനെയൊക്കെ ദിയാകൃഷ്ണയുടെ അഭിപ്രായം ഇതാണ്. മറ്റുള്ളവരുടെ അമ്മേനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നവർക്കൊക്കെ ഭ്രാന്താണെങ്കിൽ ഐശ്വര്യക്കും ഒന്നാന്തരം ഭ്രാന്താണ്. അത് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ പോയി ഐശ്വര്യോട് പറയണം. ഐശ്വര്യക്ക് ഭ്രാന്താണെന്ന് ദിയാകൃഷ്ണ പറഞ്ഞു. അതാണ് ദിയാകൃഷ്ണയുടെ അഭിപ്രായം എന്ന്. ഇനി ചിലപ്പോൾ ആ ഭ്രാന്ത് ഐശ്വര്യ അങ്ങ് മാറ്റട്ടെ. അല്ലാതെ ദിയാകൃഷ്ണ തെറ്റൊന്നും തിരുത്താൻ പോകുന്നില്ലോ. കാരണം അവരെല്ലാം തികഞ്ഞവരാണ്, അവരെല്ലാം പെർഫെക്റ്റ് ആണ്. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുവരില്ല, അവരുടെ ഭാഗത്തുനിന്ന് മോശം വാക്കുകൾ വരില്ല. അവരിങ്ങനെ നന്മമരമായി പൂത്തു ഒലഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഐശ്വര്യ ആയിരിക്കും തെറ്റുകാരി. ഐശ്വര്യ അങ്ങ് തിരുത്തട്ടെ. ഐശ്വര്യക്കാണ് ഭ്രാന്ത്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരായി ജീവിക്കുന്ന സ്വന്തം ഭർത്താവിന്റെ അമ്മേനെയും അമ്മയായിട്ട് കാണുന്ന നമുക്കൊക്കെയാണ് ഭ്രാന്ത്. അപ്പം നമ്മളൊക്കെ അങ്ങ് മാറിയേക്കാം, അതേ നടക്കുള്ളൂ. അല്ലാതെ കൃഷ്ണകുമാർ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും യാതൊരു രീതിയിലും തെറ്റ് അംഗീകരിക്കുമെന്നോ അവരുടെ തെറ്റ് തിരുത്തുമെന്നോ ആരും പ്രതീക്ഷിക്കേണ്ട. സാരി എടുത്ത ക്ഷീണം എപ്പോഴും മാറി. അമ്മ എന്തിനാ സാരി ഇത്ര അറിയില്ല, ഭയങ്കര കുറ്റബോധം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചുരിദാർ ഇട്ടു. ഇവിടെ ഇപ്പൊ അധികം സാരി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി സാരി ആക്കാം. അതന്നെ ഹീൽസ് വെച്ച് ക്ഷീണമാണോ സാരി എടുത്ത് ക്ഷീണമാണോ കൂടുതലും? രണ്ടും ഉണ്ട്. എങ്ങനെ ഉണ്ടാവും ഹീൽസ്? കുഴപ്പമില്ല. ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്ത് സ്വന്തം അമ്മേനെ പോലെ തന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളെ പോലെ തന്നെ അടുത്ത് ഇടപെടുന്ന സ്വന്തമായി ഓപ്പണപ്പായി സംസാരിക്കുന്ന ഐശ്വര്യനെയാണ് കാണുന്നത്. ആ ഐശ്വര്യ ബ്ലോഗ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ച് ഐശ്വര്യയുടെ ബ്ലോഗിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയമ്മനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഐശ്വര്യ സ്വന്തം വീട്ടിലല്ല, അല്ലെങ്കിൽ ഐശ്വര്യ സ്വന്തം വീട്ടിലൊന്നും പോകാതെ ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രം കെട്ടിക്കിടക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്. ഐശ്വര്യ കുട്ടിയുടെ ഒന്നാം പിറന്നാളായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ചാണ് കേക്ക് മുറിച്ചത്. ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഐശ്വര്യയുടെ സ്വന്തം അച്ഛനും അമ്മയും രാവിലെ വരികയാണ് ചെയ്തത്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒപ്പം തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെയും പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ എന്നും ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി മാത്രം നിൽക്കണമെന്നോ സ്വന്തം വീട്ടിൽ പോയി നിൽക്കരുതെന്നോ ഒന്നുമല്ല. സ്വ ആണെങ്കിലും സ്വന്തം വീട്ടിൽ തന്നെയാണ് അവനവന് സ്വാതന്ത്ര്യവും അവനവനൊരു നമ്മളായിട്ട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ സാധിക്കുക. അതൊരു വാസ്തവം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു വാസ്തവം നിലനിൽക്കെ ഭർത്താവിന്റെ വീട്ടുകാരെയും അവരുടെ കൂടി പേരക്കുട്ടിയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് എന്നുള്ളൊരു പരിഗണനയും അവർക്കും കൂടെ അർഹിക്കുന്നുണ്ട്. അവർക്കത് കൊടുക്കുകയും വേണം. അത് വളരെ മനോഹരമായി ഐശ്വര്യ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ഐശ്വര്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിന്റെ വീട്ടിൽ വരികയും ഭർത്താവിന്റെ അമ്മയുടെയും അച്ഛന്റെയും ഐശ്വര്യയുടെ അപ്പന്റെയും അമ്മയുടെയും ഒക്കെ കൂടെ നിന്ന് കേക്ക് മുറിക്കുകയും പിന്നീട് അവരെല്ലാവരും കൂടെ പുറത്തു പോയി ലഞ്ച് കഴിക്കുകയും അതിനുശേഷം ഒരു ബർത്ത്ഡേ പാർട്ടി കുടുംബക്കാർക്ക് എല്ലാവർക്കും വേണ്ടി വരുന്ന സൺഡേയിൽ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ക്ഷണമുണ്ട്. അതിന്റെ മെനു ഡിസ്കസ് ചെയ്യുന്നു. അല്ലാതെ എന്റെ കുട്ടീനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാനുള്ള റിലേറ്റീവ്സിന്റെ അവസരം നിഷേധിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ബന്ധുക്കളുടെ ആഗ്രഹത്തെ പൂർണ്ണ ഖണ്ഡിക്കുകയോ ഒന്നും ഐശ്വര്യ ഇവിടെ ചെയ്യുന്നില്ല. അത് തന്നെയാണ് തനി മലയാളി എന്ന് പറയുന്ന പേര് ആ യൂട്യൂബ് ചാനൽ വളരെയധികം സ്യൂട്ടാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. ഈ ഗുഡ് പേരന്റിങ് എന്ന് പറയുന്നത്
മറ്റുള്ളവരുടെ എല്ലാം കയ്യിൽ നിന്ന് കുഞ്ഞിനെ പറിച്ചെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അച്ഛമ്മയുടെയും മറ്റുള്ളവരുടെ ഒക്കെ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം മതി കുട്ടിക്ക് എന്നുള്ള രീതിയിൽ അതിനെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചു വളർത്തുന്നതല്ല ഗുഡ് പാരന്റിങ്. മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയാൽ കുട്ടീനെ അങ്ങ് എടുത്തുകൊണ്ട് പോകും, പിള്ളേരെ പിടുത്തക്കാരാണ് എന്നൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതല്ല ഗുഡ് പാരന്റിങ്. അല്ലെങ്കിൽ ഒരാൾ കുട്ടീനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്നാൽ, ഒരാൾ കുട്ടീനെ ഒരു ഓമനത്തം കൊണ്ടൊന്ന് ഉമ്മ വയ്ക്കാൻ വന്നാൽ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുട്ടീനെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉമ്മ വച്ചാൽ മതി, നിങ്ങൾക്ക് സ്വന്തമായി ഉമ്മ വയ്ക്കാൻ കുട്ടിയില്ലെങ്കിൽ പോയി ഒരെണ്ണത്തിനെ ഉണ്ടാക്കൂ, അങ്ങനെയുള്ള ധാർഷ്ട്യ വർത്തമാനം പറയുന്നതല്ല ഗുഡ് പാരന്റിങ്. എല്ലാത്തിൽ നിന്നും കുട്ടീനെ അകറ്റി നിർത്തി അച്ഛൻ്റെ അമ്മയുടെ മുഖം മാത്രം മാറി മാറി കാണിച്ചുകൊണ്ടിരുന്ന് അവരുടെ എല്ലാ സന്തോഷവേളകളിലും റിലേറ്റീവ്സിനെ ഒഴിവാക്കി അപ്പൻ്റെ അമ്മയുടെയും മാത്രം പൈസ ഉണ്ട് എന്നുള്ളൊരു എന്താ പറയുക, പച്ചയ്ക്ക് പറഞ്ഞാൽ പൈസയുടെ അഹങ്കാരം കൊണ്ട് ഒറ്റയ്ക്കൊരു റൂം എടുത്ത് കേക്ക് മുറിക്കുന്നതല്ല ഗുഡ് പാരന്റിങ്. മറിച്ച് എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുകയും കുഞ്ഞിനെ എടുക്കാനുള്ള എല്ലാവരുടെയും ആഗ്രഹത്തെ പരിഗണിക്കുകയും അച്ഛൻ്റെ വീട്ടുകാരെയും ഒരുപോലെ തന്നെ അവരുടെയും പേരക്കുട്ടിയാണ് എന്നുള്ള ബോധ്യത്തിൽ പെരുമാറാനും കഴിയുമ്പോഴാണ് അതൊരു ഗുഡ് പാരന്റിങ് ആവുകയും അവരുടെ ആഗ്രഹങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കാനും സാധിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്നത്. സെൽഫിഷ് ആവാം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പൊസസീവ് ആകാം, പക്ഷെ അതൊക്കെ സ്വന്തം വീട്ടുകാരിൽ നിന്ന് കുട്ടീനെ പറിച്ചെടുത്തുകൊണ്ടാവരുത്. ഇങ്ങനെയുള്ള നല്ല ഗുഡ് മെസ്സേജസ് കൊടുക്കുന്ന ആൾക്കാരെയാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കേണ്ടത്. അല്ലാതെ ദിയ കൃഷ്ണനെ പോലെ ഗുഡ് പാരന്റിങ് എന്നുള്ള പേരിൽ ടോക്സിക് പാരന്റിങ് പരത്തുന്ന, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ പ്രായത്തിനെ പോലും വകവയ്ക്കാതെ ബിച്ച് എന്ന് പോലും വിളിക്കുന്ന അഹാന കൃഷ്ണനെ ഒന്നും അല്ല നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന ടാഗിനെ ഉൾപ്പെടുത്തേണ്ടത്. എന്തായാലും ഇതുകൊണ്ടൊന്നും ഈ വിമർശനങ്ങളൊന്നും അവരുടെ തൊലിപ്പുറത്ത് പോലും കൊള്ളില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നാലും ഇനി പേരൻസ് ആകാൻ പോകുന്ന ആൾക്കാരെങ്കിലും ദിയേനെ കണ്ട് പഠിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി സംസാരിച്ചു എന്ന് മാത്രം. പകരം ഐശ്വര്യനെ കണ്ട് പഠിക്കട്ടെ. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ മാത്രം അഭിപ്രായങ്ങളും എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ. ബൈ.